ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ഒരു വ്ളോഗ് എടുക്കലാണ്. ഒരു സൺഡേ വ്ളോഗാണ്. ഇന്നാകുമ്പോൾ എല്ലാവരും വീട്ടിലുണ്ടല്ലോ. കുട്ടികളിപ്പോൾ ലീവ് ആയതുകൊണ്ട് വീട്ടിലുണ്ട്, ചേട്ടനുണ്ടാവും. അതുകൊണ്ട് തന്നെ എനിക്ക് ഞായറാഴ്ച നല്ല ഇഷ്ടമാണ് കേട്ടോ. ചേട്ടനും എല്ലാവരും ഉണ്ടാവും വീട്ടിൽ. നല്ല രസമാണല്ലോ ഞായറാഴ്ച ആകുമ്പോൾ. രാവിലെ തന്നെ ആദ്യം ഇരുന്നിട്ട് ചായയൊക്കെ വെച്ചിട്ടുണ്ട്. ചോറെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ശേഷം അകം കുട്ടികളും ചേട്ടനും പുറത്ത് പോയിരിക്കുകയാണ്. വലിയമ്മയുടെ വീട് വരെ പോയിരിക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ വേഗം ഒന്ന് അകം അടിച്ച് തുടച്ച് മേശയൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചു. അടിച്ചു കൊടുക്കുന്ന സമയം തന്നെ ഞാൻ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അവരൊന്ന് ചെയ്യുക, എന്തോ ഒരു പാട്ടൊക്കെ വെച്ച് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് ഡാൻസൊക്കെ കളിച്ച് അതിൻ്റെ കൂടെ ഒരു ഇൻട്രസ്റ്റാണത്. പിന്നെ അതിന് ശേഷം ചേട്ടനൊക്കെ വന്നപ്പോൾ ഞങ്ങൾ ബേക്കിൽ കുറച്ച് സ്ഥലങ്ങളൊന്ന് വൃത്തിയാക്കണ്ടായിരുന്നു. വാടക വീട് ഒഴിഞ്ഞപ്പോൾ അതിൻ്റെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊന്ന് നല്ലോണം ഒന്ന് വൃത്തിയാക്കി വെക്കാമെന്ന് വിചാരിച്ചപ്പം ബാക്ക് ഒന്ന് നല്ലോണം ക്ലീനാക്കി ഞങ്ങളെല്ലാവരും കൂടി തന്നെ ഒന്ന് ക്ലീനാക്കി. മക്കളും കൂടും കേട്ടോ അവരൊന്ന് ചെയ്യാനൊക്കെ. അങ്ങനെ അതൊക്കെ ഒന്ന് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഉണ്ടാക്കി തരാൻ പറ്റുമായിരുന്നു. പിന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഞങ്ങൾ ചിക്കൻ മിക്കവാറും ദിവസങ്ങളും ചിക്കനോ ബീഫോ സൺഡേ മിക്കവാറും എല്ലാ സൺഡേയിലും ചിക്കനോ ബീഫ് എന്തെങ്കിലും ഉണ്ടാവും. ഭൂരിഭാഗം ദിവസങ്ങളിലും ഉണ്ടാവാറ്. ഭൂരിഭാഗം എല്ലാ സൺഡേസിലും ഉണ്ടാവാറുണ്ട്. ഇന്ന് അതുപോലെ നാടൻ കോഴി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവിടുന്ന് ചേട്ടൻ നന്നാക്കാനുള്ള പണിയൊക്കെ നോക്കാൻ, ഇതൊക്കെ ഒരുക്കി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാൻ. അതിനിടയിൽ കുട്ടികൾക്കൊരു പണിയെടുത്ത് അവരുടെ പുതിയ ചെരുപ്പൊക്കെ ഒന്ന് തേച്ച് കഴുകി വെക്കാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് തേച്ച് കഴുകി ഉണക്കി എടുത്ത് വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അവരത് വന്ന് ചെയ്യുന്നുണ്ട്. രണ്ടാളും അവരവരുടെ ചെരുപ്പൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. പുതിയ ചേട്ടൻ ചിക്കന് കോഴിയുടെ പൂടയൊക്കെ കരിയിക്കണ്ടേ, പൂടയൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുഴുങ്ങിയെടുക്കുകയൊക്കെ ചെയ്യാനിട്ട് അതിൻ്റെ പൂടയൊക്കെ കരിയിക്കാൻ വേണ്ടി. അപ്പോഴത്തേക്കും ഞാനിവിടെ നാടൻ കോഴിയാണല്ലോ, അപ്പോൾ ഞാനിവിടെ കുരുമുളക് ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അതിന് ഉരുളക്കിഴങ്ങ് ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ള പരിപാടിയാണ് ചെയ്യുന്നത്. ഞാൻ ചേട്ടനെ അവിടെ റെഡിയാക്കുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് മറ്റുള്ള പണികൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് അടക്ക മരമാണ് കേട്ടോ, കവുങ്ങും തൈ. അമ്മ പണിക്ക് പോകുന്ന വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇതിനിപ്പോൾ നട്ട് പിടിപ്പിക്കണം. ചേട്ടൻ അപ്പോഴത്തേക്ക് ബാക്കിയുള്ള പണികളൊക്കെ തുടങ്ങി. അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഇന്നൊരു മതിൽ കെട്ടാനുണ്ടായിരുന്നു. മതിൽ കെട്ടാൻ വേണ്ടി ഫൗണ്ടേഷൻ കാണാൻ വേണ്ടി വണ്ടി വന്നു. ചെറിയ ഹിറ്റാച്ച് വന്നിട്ടുണ്ടായി. അതിന് വീഡിയോ മോനെടുത്താണ്. അവനിങ്ങനെയൊക്കെ ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ ഈ JCB വണ്ടികളൊക്കെ ഭയങ്കര കാര്യമാണ്. എവിടെ കണ്ടാലും പോയി വീഡിയോ എടുക്കാം. ഞാളൊറ്റൊക്കെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ബേക്കിൽ മതിൽ കെട്ടാനുള്ള ആ ഒരു ഫൗണ്ടേഷൻ കീറലും പണിയൊക്കെ ആയിരുന്നു. അതൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ നിന്ന് ചേട്ടൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഞങ്ങളുടെ ചിക്കൻ കറി വെക്കുന്ന അവിടെ പകുതിയിലായിപ്പോയി. അപ്പോൾ അതവിടെ ഞാനും മസാലയൊക്കെ ആക്കി വെക്കുന്നുണ്ട്. ചേട്ടൻ വന്നിട്ട് വേണം കോഴീനൊക്കെ നല്ലോണം മുറിച്ച് ചെയ്യാൻ വേണ്ടി. അപ്പോഴത്തേക്ക് കുട്ടികൾ 2 ഗോലി സോഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഗോലി സോഡ പൊട്ടിക്കുന്ന കാണിച്ചിട്ടാണ് ആൾ ഉള്ളിലേക്ക് അമർത്തുന്നത്. നല്ല ടേസ്റ്റ് ആട്ടോ. അത് പല ഫ്ലേവർ ഉണ്ട്. അതിൽ നീലയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ ആപ്പിളാണ് മോൻ വാങ്ങിയത്. അത് ഒന്നിങ്ങനെ പൊട്ടിച്ച് ഇങ്ങനെ നല്ല രസമാണതാ. ഈ ഒരു സമയം നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അത് പൊട്ടുമ്പോൾ ഇങ്ങനെ അതിൻ്റെ ഇതിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വരുമല്ലോ ഗ്യാസൊക്കെ. അപ്പോൾ രണ്ടാളും കുടിച്ചിട്ട് അതിനെക്കൊണ്ട് പറയുകയാണ് നല്ലതാണോ ചീത്തയാണെന്നൊക്കെ. രണ്ടാളും കുടിച്ചതിന് ശേഷം ഗോലിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കളിക്കാലോ എന്ന് പറഞ്ഞിട്ട് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ചിക്കന് വേണ്ടിയിട്ടുള്ള മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മസാല, ഗരം മസാലപ്പൊടി, ചിക്കൻ മസാലപ്പൊടി എല്ലാം കൂടി ചേർത്തൊന്ന് ചൂടാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മസാല ആക്കണം. അപ്പോൾ നമ്മൾ സാധാരണ വേറെ വ്ളോഗിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നാടൻ ചിക്കൻ വെക്കുക എന്നൊക്കെ നമ്മുടെ രീതിയിൽ. ഇത് ഞാൻ ചെയ്യാൻ ഇഞ്ചിയും വെളുത്തുള്ളിയിലും എണ്ണയിൽ മൂപ്പിച്ചിട്ട് സവാള ഇട്ട് നല്ലോണം വഴറ്റിയിട്ട് കുറച്ച് മസാല അധികം വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പകുതി ഞാനിട്ട് പകുതി ചിക്കനിലേക്ക് ഇടുള്ളൂ. പകുതി ഇട്ട് നല്ലോണം എല്ലാം ഒന്ന് നല്ലോണം വഴറ്റിയതിന് ശേഷം തക്കാളി അരച്ചിട്ടാണ് ചേർക്കുന്നത്. തക്കാളി അരച്ച് ചേർക്കുന്നുണ്ട്. ശേഷം നമ്മൾ ചെറിയ കോഴിയല്ലേ, അപ്പോൾ എല്ലാവർക്കും വേണ്ട. അപ്പോൾ ഇത്തിരി ഉരുളക്കിഴങ്ങിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. ഒരു ഉടായിപ്പ് നല്ലതായിരിക്കും എത്തുള്ളൂ. അപ്പോൾ ഉരുളക്കിഴങ്ങും ചേർത്ത് ജസ്റ്റ് ഇതിൻ്റെ കൂടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ചിക്കനെല്ലാം ചേട്ടൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് വെട്ടി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഒരുമിച്ച് കുക്കറിലിട്ട് വേവിച്ചിട്ട് ശേഷം ഇതിനകത്ത് മസാലയിലേക്ക് തട്ടി വേവിക്കായിരുന്നു ചെയ്തത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഞായറാഴ്ച തന്നെയല്ല, അപ്പോൾ ഫ്രിഡ്ജൊന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ഫ്രിഡ്ജിൻ്റെ കാര്യങ്ങളൊക്കെ എടുത്തൊന്ന് അതിൻ്റെ ജാറും കാര്യങ്ങളൊക്കെ എടുത്തൊന്ന് വൃത്തിയെല്ലാം ആക്കി വെച്ചു. പിന്നെ ഞങ്ങളുടെ കുളിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ കിടന്നുറങ്ങി. കുറച്ച് നേരം നല്ലോണം ഉറങ്ങി. പിന്നെ വൈകുന്നേരം സമയമായപ്പോഴത്തേക്ക് വിളക്കൊക്കെ വെച്ചു. അതിനിടയിൽ നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം ഞങ്ങൾ നല്ല ഉറക്കത്തിലായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞു, വിളക്കൊക്കെ വെച്ചു. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറേ നേരം ഇരുന്നപ്പോൾ വെച്ചു പുറത്തിങ്ങനെ കൊലയിൽ കുറച്ച് നേരം ഇരുന്നു. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാം, വെറുതെ ഇങ്ങനെ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു ക്യാരം ബോർഡ് കളിക്കണം. അങ്ങനെ ക്യാരം ബോർഡ് കളിക്കാൻ മോൻ ക്യാരംസ് ആദ്യം തന്നെ എല്ലാവരും കാട്ടി മുന്നേ കോയിനിട്ടു. ഞങ്ങളെല്ലാവരും കളിക്കുന്നുണ്ട്, ക്യാരംസും ഷട്ടിലൊക്കെ കളിക്കാറുണ്ട്. അപ്പം അങ്ങനെ എടുത്താണ്. ഇപ്പോൾ എൻ്റെ ടേണാണ്, ഞാനും അടിച്ചു. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ ക്യാരംസ് കളിച്ചിരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാവരും നല്ല ജോറ് കളിയിലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ വിളിച്ച് പറഞ്ഞു ഞാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ആൾ വരുമ്പോഴത്തേക്ക് ചേട്ടൻ വാനില ഐസ്ക്രീമൊക്കെ കൊണ്ടുവന്നു. ഹോൾസെയിലുണ്ട് കേട്ടോ. 2 ലിറ്ററിനാണ്. സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന പ്രൈസ് വരില്ല, ഒരു 10-15 രൂപയൊക്കെ നമുക്ക് കുറവായിട്ട് കിട്ടും. അങ്ങനെ പിന്നെ കുട്ടികളും അമ്മയൊക്കെ കഴിച്ചു, എല്ലാവരും കൂടി കഴിച്ചു. എൻ്റെ പാത്രങ്ങളൊക്കെ കഴുകി ഒരുവിധം അടുക്കള പണികളൊക്കെ കഴിഞ്ഞു. ഹലോ ഫ്രണ്ട്സ്, അപ്പം ഇന്ന് ഒരു ഞായറാഴ്ചത്തെ ദിവസങ്ങളാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്.
ഞായറാഴ്ചയിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും മിക്കവാറും. ഞായറാഴ്ചയിൽ കുറച്ചും കൂടി ജോലികളൊക്കെ ഉണ്ടാവുക. ചേട്ടനും കൂടി ഉണ്ടാകുമ്പോൾ രണ്ടാളും കൂടി ഒരുമിച്ച് ഞങ്ങൾ എല്ലാ ജോലികളും ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ആളുണ്ടാകുമ്പോൾ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്, എല്ലാ ജോലികളും ചെയ്തു തരും. പിന്നെ സാധാരണ കുറച്ചധികം ജോലികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞായറാഴ്ച ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ദിവസമാണ്. ഞങ്ങൾ രണ്ടാളും ഉണ്ടാവും അടുത്ത് തന്നെ. ആകുമ്പോൾ രാവിലെ തന്നെ നേരത്തെ എഴുന്നേറ്റ് വരും. ഞായറാഴ്ച ആകുമ്പോൾ നിങ്ങളുടെ കൂടെ കുറച്ച് നേരം അധികരിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ്. അപ്പം ഇനി ഞാൻ ഇതുപോലത്തെ വീഡിയോസ് ഇടും. ഡെയിലി ഒന്നും ഞാൻ ഇടാറില്ല, ഡെയിലി വ്ളോഗായിട്ടൊന്നും ഇടാറില്ല. ചില ദിവസങ്ങളെ ഞാൻ ഇടാറുള്ളൂ. അപ്പോൾ ഇടുമ്പം എൻ്റെ വീഡിയോകൾ മാക്സിമം നിങ്ങൾ കാണാൻ ശ്രമിച്ച് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഗുഡ് നൈറ്റ്. പിന്നെ എൻ്റെ മോന് ഭയങ്കര ആഗ്രഹമാട്ടോ JCB ഹിറ്റാച്ചി ഒക്കെ കയറാൻ വേണ്ടി. അപ്പം ഇന്നൊരു അവൻ്റെ ആഗ്രഹ സഫലീകരണം കൂടിയായിരുന്നു. അപ്പോൾ എന്നെ എല്ലാവരും